നാളെയൻ ശരീരത്തു നിന്നാത്മാവ് പോയിടുകിൽ നാലഞ്ചു പേരെങ്കിലും എൻ ചുറ്റും കൂടിടേണം. ഒരു ദീപനാളത്തിനൊത്തൊരു ചന്ദനത്തിരി ഒന്നിച്ചു കത്തിച്ചിടണം വെറുതെ ചടങ്ങിനായി. നടൻ കൊല്ലം തുളസി ചേട്ടൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് വിരിഞ്ഞ ഈയൊരു കവിത അദ്ദേഹം തന്നെ രചിച്ചു, അദ്ദേഹം തന്നെ സംഗീതം നൽകി, അദ്ദേഹം തന്നെ ആലപിച്ച അതിമനോഹരമായ, ഒരുപാട് ചിന്തിക്കാനും ഒരുപാട് വിഷമിക്കാനും ഒക്കെയുള്ളൊരു കവിത. ഈയൊരു കവിത അദ്ദേഹത്തെ കൂടാതെ മറ്റൊരാൾ ചൊല്ലിയാൽ അത് അത്ര ഭംഗിയുണ്ടാവില്ല. അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന, അദ്ദേഹത്തിൻ്റെ ശബ്ദമായിട്ട് ഏറെ സാമ്യമുള്ള അതുല്യ കലാകാരനായ രഞ്ജിത്ത് കണ്ണൂർ ആലപിച്ച ഈയൊരു കവിതാവിഷ്കാരം, അതിൽ ഞാനും ഒരു ഭാഗമായിട്ടുണ്ട്. ഇതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഈയൊരു മനോഹരമായ കവിതാവിഷ്കാരത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് സൂര്യ ശ്രീജിത്ത്, അതുപോലെ തന്നെ ക്യാമറ ചെയ്തത് നന്ദു കൂത്തുപറമ്പ. പിന്നെ ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു കൊച്ചു പയ്യനാണ് ഇതിൻ്റെ സംവിധാനവും ഇങ്ങനെയൊരു കൺസെപ്റ്റും കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഇതിൽ എനിക്ക് മേക്കപ്പ് ചെയ്തതും അവൻ തന്നെയാണ്. ആ കൊച്ചു പയ്യൻ മറ്റാരുമല്ല, തെയ്യം കലാകാരനും മേക്കപ്പ് ആർട്ടിസ്റ്റും നല്ലൊരു നടനുമായ ഷാജി മാലൂരിൻ്റെ മകൻ മിലൻ ഷായാണ്. ഇത് 2020 ഈ ഒരു ആവിഷ്കാരം ചെയ്തത്. അന്ന് ഇത് റിലീസായിട്ടുണ്ടെങ്കിലും 2020 ഡിസംബറിലാണ് ഇത് റിലീസായത്. പക്ഷേ ഇതുവരെയും 2024 ഡിസംബർ ആയിട്ടും അതിന് വേണ്ടത്ര ശ്രദ്ധ കിട്ടിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതിന് ഈ ഒരു കവിത കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ ഈ കൊച്ചു പയ്യൻ്റെ ഈ ആശയം എങ്ങനെയുണ്ട് എന്ന് കമൻറ്റിൽ വരിക. ഇതിൽ ഞാൻ മാത്രമാണ് അഭിനയിച്ചിട്ടുള്ളത്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു കലാകാരൻ, വലിയൊരു സിംഗർ, ആരും ശ്രദ്ധിക്കാതെ പോയ രഞ്ജിത്ത് കണ്ണൂർക്കാരൻ എൻ്റെ നാട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ ഇങ്ങനെയൊരു കവിതാവിഷ്കാരത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞതും ഒരുപാട് സന്തോഷമുണ്ട്. ഞാനും അദ്ദേഹവും തമ്മിൽ ഇതുവരെയും കണ്ടിട്ടില്ല, കാണണമെന്ന് ആഗ്രഹമുണ്ട്, വിളിക്കാറുണ്ട്, വാട്സപ്പ് ചാറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദവും അതുപോലെ തന്നെ കൊല്ലം തുളസി ചേട്ടൻ്റെ ശബ്ദത്തിൽ വന്നതും രണ്ടും ഏകദേശം നല്ല സാമ്യമുണ്ട്. കൊല്ലം തുളസി ചേട്ടൻ്റെ കവിത അദ്ദേഹം തന്നെ പാടിക്കേട്ടിട്ട് കണ്ണ് നിറഞ്ഞു പോയ അവസ്ഥയായിരുന്നു ഉണ്ടായത്. അതുപോലെ എന്തായാലും ഈയൊരു നല്ലൊരു വർക്കിൽ അഭിനയിക്കാൻ എന്നെ വിളിച്ച ശ്രീജിത്ത് സൂര്യക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു കവിത ഒന്ന് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ അഭിനയിച്ചെന്ന് പറയുമ്പോൾ എനിക്ക് ഈ കൊച്ചു പയ്യനായ മിലൻ ഷാ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു, അതുപോലെ ഞാൻ ചെയ്തു. അല്ലാതെ അഭിനയം എന്ന് പറയാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരൂ. നാളെയൻ ശരീരത്തു നിന്നാത്മാവ് പോയിടുകിൽ നാലഞ്ചു പേരെങ്കിലുമെൻ ചുറ്റും കൂടിടേണം. ഒരു ദീപനാളത്തിനൊത്തൊരു ചന്ദനത്തിരി ഒന്നിച്ചു കത്തിക്കേണം വെറുതെ ചടങ്ങിനായി. അക്ഷരശുദ്ധി വേണ്ട എങ്കിലും ഒരു നാമജപമെനിക്കേകണം നിത്യശാന്തിക്കുരുപായമായി. ഒത്തുചേരുവാൻ ബന്ധുക്കളില്ലെങ്കിലും ഒത്തവർ ചേർന്നൊരു കോടി വാങ്ങിയെൻ നഗ്നത മറയ്ക്കണം. വായ്ക്കരി വയ്ക്കുവാൻ ഉറ്റവരില്ലെങ്കിലും ഒരു ചെറുപുഷ്പമെങ്കിലുമെൻ ചുണ്ടിൽ വച്ചിടേണം. 6 അടി മണ്ണിലെൻ്റെ
ശവത്തെ ഇറക്കിയിടുമ്പോൾ ആരെങ്കിലും ഒരു തുള്ളി കണ്ണീരൊഴുക്കണം. 6 അടി മണ്ണിലെന്റെ ശവത്തെ ഇറക്കിയിടുമ്പോൾ ആരെങ്കിലും ഒരു തുള്ളി കണ്ണീരൊഴുക്കണം. കല്ലറ പണിഞ്ഞെന്റെ സ്മാരകമുയർത്തിടേണ്ട, തൈത്തെങ്ങും നട്ടിടേണ്ട, കർമ്മങ്ങൾ തീരവേണ്ട കല്ലൊന്നു വച്ചിടേണം മൺകൂന മധ്യത്തിലായി. അതിലിങ്ങനെ കുറിക്കേണം വികൃതാക്ഷരത്തിൽ, ദുഃഖത്തിൽ ജനിച്ച് പിന്നതിലൂടെ വളർന്നൊരു ദുഃഖനായകന്റെ അന്തിമസ്ഥാനമാണിത്. ദുഃഖത്തിൽ ജനിച്ച് പിന്നതിലൂടെ വളർന്നൊരു ദുഃഖനായകന്റെ അന്തിമസ്ഥാനമാണിത്. ലോകരേ മാപ്പ്, നിങ്ങൾക്കൊരായിരം മാപ്പപേക്ഷ. സ്നേഹമായിരുന്നെൻ്റെ ജീവിത പരാജയം, സ്നേഹമായിരുന്നെൻ്റെ ജീവിത പരാജയം, സ്നേഹമായിരുന്നെൻ്റെ ജീവിത പരാജയം.